അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 204 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആർദ്ര ഹൃദയനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരെയും ജന്തുക്കളെയും പ്രകൃതിയെയും സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കും ജന്തുക്കൾക്കും പ്രകൃതിക്കുമെതിരെയുള്ള കയ്യേറ്റങ്ങളെ, ഉപദ്രവങ്ങളെ ശക്തിയുക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തിരുന്നു. എന്നാൽ മനുഷ്യവംശത്തിൻ്റെ പുരോഗതിക്കും ആവശ്യങ്ങൾക്കും അനിവാര്യമായ തോതിൽ പ്രകൃതിയെയോ ജന്തുക്കളെയോ മരങ്ങളെയോ സസ്യങ്ങളെയോ ഉപയോഗിക്കപ്പെടുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടില്ല. ഒരിക്കൽ ഒരു ജൂതബാലൻ രോഗബാധിതനായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ വീട്ടിലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ ആശ്വസിപ്പിച്ചു, കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ സമ്മതത്തിനായി പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതുകണ്ട പിതാവ് മകനോട് പറഞ്ഞു, അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യുക എന്ന്. അതോടെ അവൻ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ബദർ യുദ്ധത്തിൽ അബുൽ ബുക്തരി, അതേപോലെ തന്നെ അബ്ബാസ് പോലെയുള്ള ഖുറൈശികളെ വധിക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർ മുസ്ലിങ്ങളെ ദ്രോഹിച്ചവരിൽ പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തത് അന്യമതസ്ഥരോടായിരുന്നില്ല, അക്രമികളോടായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി അയലത്തെ ജൂതഗൃഹത്തിൽ പണയത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ജാതിയോ മതമോ നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വരോടും സ്നേഹത്തോടും സഹിഷ്ണുതയോടുമാണ് പെരുമാറിയിരുന്നത്. മർദ്ദിതര് ജീവനും സ്വത്തും അഭിമാനവും സംരക്ഷിക്കാനാവാതെ നരകയാതന അനുഭവിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള. മർദ്ദിതർക്കും ചൂഷകർക്കും വേണ്ടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോരാട്ടങ്ങൾ അത്രയും. മർദ്ദിതൻ്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കുക, അതിനും ദൈവത്തിനുമിടയിൽ യാതൊരു മറയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. നന്മയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ടവർ എന്ന നിലക്ക് സത്യവിശ്വാസികൾ സഹോദരങ്ങൾ തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ഭിന്നിപ്പും ചേരിതിരിയലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായിട്ട് വിലക്കിയിരുന്നു എന്നുള്ള. സമൂഹത്തിൽ അക്രമം പ്രവർത്തിക്കുന്നവരുമായി കൂട്ടുകൂടുന്നതും അവരെ ആത്മമിത്രങ്ങളാക്കുന്നതും കടുത്ത അപരാധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിരുന്നു. നിറത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പേരിലുള്ള സർവ്വവിധ പക്ഷപാതിത്വങ്ങളെയും സങ്കുചിത വീക്ഷണങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതാക്കി എന്നുള്ളതാണ്. കുട്ടികളോട് അവരുടെ കളിക്കൂട്ടുകാരെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയിരുന്നത്. കൊച്ചുകുട്ടികളെ ചുംബിക്കുകയും ലാളിക്കുകയും അവരുമായി കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഹസൻ, ഹുസൈൻ എന്നീ ചെറുമക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തോളിൽ കയറ്റിയിരുത്തിക്കൊണ്ട് കുതിര കളിക്കുമായിരുന്നു. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ താഴെയുള്ള കുതിര നല്ല കുതിരയാണ്. അപ്പം അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചത്, അവർ രണ്ടുപേരും നല്ല സവാരിക്കാരുമാണ് എന്നാണ്. നമസ്കാരത്തിൽ പോലും കുട്ടികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ പേരമകൻ ഉമാമയെ തോളിലേറ്റിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. റുക്കൂയിലേക്ക് പോകുമ്പോൾ താഴെ വെക്കുകയും നിവർന്നു നിൽക്കുമ്പോൾ എടുക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ജന്തുക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടിപ്പിച്ചിരുന്ന സ്നേഹവായ്പ ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേക മൃഗങ്ങളുടെ പാലും മാംസവും ആഹാരമായി അനുവദിക്കുന്നതോടൊപ്പം തന്നെ അവകളോട് നിഷ്കരുണം പെരുമാറുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരുന്നു. മൃഗങ്ങളെ പട്ടിണിക്കിടൽ, അമിതഭാരം വഹിപ്പിക്കൽ, അനാവശ്യമായി കുഞ്ഞിനെ തള്ളയിൽ നിന്ന് വേർപ്പെടുത്തൽ, പറന്നു നടക്കേണ്ട പക്ഷികളെ കൂട്ടിലടക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. ഒരിക്കൽ ഒരു അൻസാരിയുടെ തോട്ടത്തിൽ കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷീണിച്ച് അവശയായ ഒരു ഒട്ടകത്തെ കാണാനിടയായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ആരുടെ ഒട്ടകമാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഒരു അൻസാരി കടന്നു വന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ ഒട്ടകമാണ് നബി എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പ്രസ്താവിച്ചു, അള്ളാഹു നിനക്ക് ഏൽപ്പിച്ചു തന്ന ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? നീ അതിനെ പട്ടിണിക്കിട്ടു എന്ന് അത് എന്നോട് ആവലാതിപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരിക്കൽ ചിലർ പക്ഷിക്കുഞ്ഞിനെ അതിൻ്റെ തള്ളയിൽ നിന്നെടുത്ത് മാറ്റിയപ്പോൾ അലമുറയിട്ട് നടക്കുന്ന തള്ളപ്പക്ഷിയെ കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, കുഞ്ഞിൻ്റെ കാര്യത്തിൽ അതിനെ വേദനിപ്പിച്ചത് ആരാണ്? അതിനെ മടക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജന്തുക്കളോടും പറവകളോടും എന്ന പോലെ തന്നെ പ്രകൃതിയോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. വായു, വെള്ളം, മണ്ണ്, മരം എല്ലാറ്റിനോടും നല്ല രീതിയിലും സംരക്ഷണ മനോഭാവത്തോടും കൂടിയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമീപിച്ചിരുന്നത്. ഭൂമി ആരാധനാലയം പോലെ തന്നെ മാലിന്യമുക്തവും വിശുദ്ധവുമായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭൂമിയെ എനിക്ക് ആരാധനാലയവുമായും പരിശുദ്ധവുമായി ആക്കി നൽകപ്പെട്ടിരിക്കുന്നതെന്ന്. ക്രമാതീതമായി ശബ്ദമുണ്ടാക്കുന്നതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരുന്നു. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ മലിനമാക്കുന്നതും ഒഴുകുന്ന വെള്ളമാണെങ്കിൽ പോലും അത് ആവശ്യത്തിൽ കവിഞ്ഞ് ദുരുപയോഗം ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. ഭൂമി കൃഷി ചെയ്യാതെ തരിശാക്കിയിടുന്നതെന്നും ഇടരുതെന്നും തരിശായി കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യുന്ന കർഷകനുള്ളതാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതെങ്കിലും മുസ്ലിം കൃഷി ചെയ്ത് ഒരു മരം നട്ടോ ഉണ്ടാക്കുന്ന ഫലത്തിൽ നിന്ന് പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിച്ചു കഴിഞ്ഞാൽ കർഷകൻ അത് ധർമ്മമായി ഭവിക്കുന്നതാണെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, അന്ത്യനാൾ ആസന്നമാവുകയും ഒരാളുടെ കൈവശം ഒരു ചെടി ഉണ്ടായിരിക്കുകയും അന്ത്യനാൾ സംഭവിക്കും മുമ്പ് നടാൻ കഴിയുകയും ചെയ്താൽ അവൻ അത് നട്ടുകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭിന്ന വീക്ഷണങ്ങൾ പുലർത്തിയ ആരെയും ആക്ഷേപിക്കുകയോ അതുപോലെ കുറ്റപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ഈ ചിന്താ സ്വാതന്ത്ര്യവും വിശാല മനസ്കതയും സഹിഷ്ണുതയുമാണ് നമുക്കിന്ന് കൈമോശം വന്നിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിയവർക്ക് താൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ പഠിക്കാനും സഹിഷ്ണുതയോടെ തൻ്റെ സഹോദരങ്ങളെയും സമീപിക്കാനും കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കപടവിശ്വാസികളെ തിരിച്ചറിഞ്ഞിട്ട് പോലും മുസ്ലിം സമൂഹത്തിൻ്റെ ആഭ്യന്തര ഭദ്രത തകരാതെ അവരുമായി സഹകരിച്ചു പോകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നത്. മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട ആദരവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്തായ പാഠങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അക്രമികളും ദുർമാർഗികളുമായ അവിശ്വാസികളോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോട് സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മഹത്തരങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നവർ പലപ്പോഴും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തൻ്റെ വിശ്വാസിയായ സഹോദരനുമായി ശത്രുവിനെ പോലെ വർത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.